ജോലിയിലൊക്കെ പോയിരുന്നു. ജോലിയിൽ ഡ്രിങ്ക്സ് ആയിരുന്ന ടൈമിലൊക്കെ ജോലി പോകുമ്പോൾ നല്ല സിൻസിയറായിട്ട് ജോലി പോയിരുന്നു. കഞ്ചാവിലോട്ട് കയറിയതിന് ശേഷം ജോലി പോകുക പറഞ്ഞാൽ ഒരു ആഴ്ചയിൽ 4 ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 4 ദിവസം ജോലിക്ക് പോകില്ല. കാരണം ഈ കഞ്ചാവ് മേടിക്കലൊക്കെ പൈസ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് തീർന്ന വരെ പിന്നെ ജോലിക്ക് പോകാതെ വലിച്ചുകൊണ്ടിരിക്കലായിരുന്നു. അത് വീട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നല്ലൊരു ജോലിയെടുത്ത് ജീവിക്കേണ്ട ആളല്ലേ, ഇങ്ങനെ വഴിതെറ്റി പോകുകയാണല്ലോ എന്നുള്ള സങ്കടം വീട്ടുകാർക്ക് ഉണ്ടായിരുന്നു. കുടുംബജീവിതമൊക്കെ ആകെ താളം തെറ്റിയിരുന്നു അല്ലേ, വീട്ടിലത്തെ ഉമ്മയായിട്ടുള്ള ബന്ധങ്ങളൊക്കെ തന്നെ. ഞാൻ മുമ്പ് കഞ്ചാവിലോട്ട് വരുന്നതിന് മുമ്പായപ്പോൾ കള്ളുടിയായപ്പോഴും ഉമ്മാക്ക് സങ്കടം ഉണ്ടായിരുന്നു, വീട്ടുകാർക്ക് സങ്കടം ഉണ്ടായിരുന്നു. എങ്ങനെയും മാറ്റിയെടുക്കണം എന്നില്ല നിർത്താൻ എന്നോട് വീട്ടുകാരെല്ലാവരും പറയാറുണ്ട്. കള്ളാണെന്നുണ്ടെങ്കിലും ഇത് കുടിക്കാൻ പാടില്ല, അത് നമുക്ക് ശരിയാവില്ല, കുടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നമുണ്ട്, ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുമെന്ന് വീട്ടുകാരൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ അതിലോട്ട് മാറണം എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു കള്ളിൽ നിന്നുണ്ട്. പക്ഷേ കള്ളിൽ നിന്ന് പെട്ടെന്ന് കഞ്ചാവിലോട്ട് കയറിയത് നേരെ തിരിച്ചായിപ്പോയി. കാരണം കള്ളും കഞ്ചാവും ഒരുമിച്ചാകാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം, ഒരുവിധം ശമ്പളം പകുതിയും മുക്കാലും വരെ കഞ്ചാവിനായിട്ട് നശിപ്പിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ അക്രമാസക്തനാകുന്ന അവസ്ഥയൊക്കെ. അക്രമസക്തന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വരാറുണ്ട്, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യവും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഈ സുലഭമായിട്ട് കഞ്ചാവ് വിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു ആ സമയങ്ങളൊക്കെ തന്നെ എല്ലായിടും കൊണ്ടും. അതെ, നമുക്ക് പെട്ടെന്ന് കിട്ടുന്നൊരു കഞ്ചാവായിരുന്നു. കാരണം ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ല. കാരണം അന്നൊക്കെ ഞാൻ വലിക്കുന്ന സമയത്ത് പറഞ്ഞാൽ 2015 2016 ആ ടൈമാണ്, 2015-16 ആ ടൈമാണ്. ആ സമയത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സുലഭമായിട്ട് കിട്ടിയിരുന്നു. കാരണം ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ പെരിന്തൽമണ്ണ പോയി കഴിഞ്ഞാൽ പെരിന്തൽമണ്ണ എവിടെയെങ്കിലും ഒരു കൊടുത്തുണ്ടാവും, അല്ലെങ്കിൽ മണ്ണാർക്കാട് പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരാളെങ്കിലും ഉണ്ടായിരുന്നു, സുലഭമായിട്ട് കിട്ടിയിരുന്നു. പോയി കഴിഞ്ഞാൽ അപ്പോൾ ആണെങ്കിൽ മേടിച്ച് പോരായിരുന്നു. പെട്ടെന്ന് കിട്ടിയ ടൈമാണ് അന്ന്. കാരണം റേറ്റും കാര്യങ്ങളും കുറവായിരുന്നു. കാരണം 100 രൂപ 200 രൂപയൊക്കെ വന്നിരുന്നത്. ഇപ്പം അതിനെന്താ റേറ്റ് കാര്യമൊന്നും എനിക്കറിയില്ല. കാരണം ഞാനിപ്പോൾ 8 വർഷത്തോളമായി ലഹരിയില്ല, കള്ളില്ല, കഞ്ചാവില്ലാത്തൊരു പുതിയ ജീവിതം ജീവിക്കണു. ഇപ്പം എൻ്റെ ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചോദിച്ചാൽ നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ജ്യൂസ് ഭക്ഷണം കഴിക്കുക എന്നല്ലാതെ, അതാണ് എൻ്റെ ലഹരി. അതല്ലാത്തൊരു ജീവിതം ഇല്ല. കഞ്ചാവിൻ്റെ വിൽപ്പന എന്ന് പറയാൻ മാത്രമല്ല, പക്ഷേ എങ്കിലും ചെറിയ തോതിലേക്ക് വിൽപ്പന നടത്തിയിരുന്നു. കഞ്ചാവിനുള്ള പണം കണ്ടെത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് കഞ്ചാവിലോട്ട്. അതെ, കഞ്ചാവ് മേടിക്കണം, കഞ്ചാവ് വലിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു. പിന്നെ വേറെ എന്തെങ്കിലും ബൈക്ക് എന്തെങ്കിലും മേടിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു കഞ്ചാവിൻ്റെ ആ ടൈമിൽ. പക്ഷെ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല, കഞ്ചാവായിരുന്നു മെയിനായിട്ട്. ഈ ജീവിതം സത്യത്തിൽ ഇതിന് അടിമപ്പെട്ട് തകർന്നു പോയില്ല ആ സമയങ്ങളിൽ ചെയ്ത്? തകർന്നു പോയി എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം വീട്ടുകാർക്കും ഇവർക്ക് കുടുംബം തന്നെ ആകെ തകർന്നു പോയി. ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടായി. വീട്ടുകാർക്ക് നാട്ടുകാർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടാത്ത പോലത്തെ കുറേ കാര്യങ്ങളൊക്കെ സംഭവം വീട്ടിലൊക്കെ നാട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ട് കാര്യം. കാരണം ഈ കഞ്ചാവിൻ്റെ കെണിയിൽ പെട്ടതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതൊന്നും ഇല്ലാത്തൊരു ജീവിതമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സന്തോഷമായിട്ട് സുഖമായി ജീവിച്ചേനെ. ഇപ്പോൾ ഈ സമൂഹത്തിൽ 2 തരം ആളുകളാണുള്ളത്. ഒന്ന് ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരും പിന്നീട് അതിലേക്ക് പോകാൻ നിൽക്കുന്ന ആളുകളും. ഇപ്പോൾ ലഹരി ഉപയോഗിച്ച് നിൽക്കുന്ന ആളുകളോട്, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കാൻ വേണ്ടി പോകുന്ന ആളുകളോട് എന്താണ് പറയുന്നത്? ലഹരി ഉപയോഗിക്കാനുള്ള ആളോട് എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഒരു ചെന്ന് പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സാധിക്കുന്ന സംഭവമാണ്. അതേപോലെ തന്നെ അതിലൂടെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിലും പെട്ടെന്ന് സാധിക്കും. കാരണം ഇപ്പോൾ ഒരു വീടിക്ക് കള്ളുടിക്കുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കള്ള് സ്ഥിരമായിട്ട് കുടിക്കുന്ന ഒരാളെന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈയുറക്കും കാലുറക്കും എന്നൊക്കെ പറയണമെങ്കിലേ, അതേപോലെ. പക്ഷേ കഞ്ചാവിൻ്റെ കെണിയിലോട്ട് വന്നു കഴിഞ്ഞാൽ കയ്യും കാലും മറക്കലല്ല, മൈൻഡിനാണ് നേരെ വരുന്നത് പ്രശ്നം. കാരണം മനസ്സിനാണ് ആ പ്രശ്നം വരിക. കള്ളിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം എനിക്ക് തോന്നിയത്, കള്ളിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 ദിവസം കുടിച്ചിട്ടില്ലെങ്കിൽ കൈ വിറയ്ക്കൽ, അതല്ലെങ്കിൽ ഒരു ചെറിയ തോതിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ. ചിലയിൽ കൈ വിറച്ചിട്ടും കാലി വിറച്ചിട്ടൊക്കെ കടക്കലും ഇരിക്കലൊക്കെ ഉണ്ടാവും, അങ്ങനെ പ്രശ്നം ഉണ്ടാവും. പക്ഷേ കഞ്ചാവിൻ്റെ പ്രശ്നം എന്നെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിന് ബാധിക്കുന്ന സംഭവമാണ്. കള്ളിൽ 2 ദിവസം അല്ലെങ്കിൽ എങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റും. പക്ഷേ കഞ്ചാവ് ഒരു 2-3 ദിവസം ഇല്ലാതായി കഴിഞ്ഞാൽ അത് മൈൻഡിന് പ്രശ്നം വരും. കാരണം ടെൻഷൻ വരും. മൈൻഡിന് പ്രശ്നം വരിക എന്ന് പറഞ്ഞാൽ ടെൻഷൻ തോന്നും നമുക്ക്. എങ്ങനെ ഇത് കിട്ടണം, എവിടുന്ന് കിട്ടുക എന്നുള്ള ടെൻഷനായി പോകും. കാരണം നമ്മൾ വലിച്ചു കയറ്റുന്നത് തലച്ചോറിലോട്ടാണോ, മറ്റേത് വലിച്ചു കുടിച്ച് ഇതാക്കുന്നത് വയറ്റിലോട്ടുമാണ്. അപ്പോൾ രണ്ടും വേറെ വേറെ വ്യത്യാസമുണ്ടല്ലോ. നമ്മൾ കഞ്ചാവ് വലിക്കുക എന്ന് പറഞ്ഞാൽ വലിച്ച് നേരെ കയറുന്നത് തലച്ചോറിൻ്റെ അതിൽ പ്രശ്നം വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ കള്ളു കുടിക്കുക എന്ന് പറഞ്ഞാൽ നേരെ വയറ്റിലോട് ചെല്ലുമ്പോൾ നമുക്ക് തലക്ക് പിടിക്കും. പക്ഷെ തലക്ക് പിടിക്കുന്ന കള്ളു കുടിച്ചതിനെക്കാട്ടിലും മപ്പാണ് കഞ്ചാവ് വലിച്ചാൽ കിട്ടുന്നത്.